എല്ലാവർക്കും നമസ്കാരം. വാട്ട് ഹാപ്പനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 6 ബുധനാഴ്ച 2026. കേരളത്തിലെ ഓരോ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ നാളെയും വരും ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിലെ പെൻഷൻ പദ്ധതികളായ ക്ഷേമ പെൻഷൻ, കിസാൻ സമ്മാൻ നിധി, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷൻ്റെ പുതിയ മാറ്റങ്ങളും പുതിയ തീരുമാനങ്ങളുമാണ് ഈ ചാനലിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ്, ഇന്ന് ഹർത്താൽ തീരുമാനിച്ചിരിക്കുകയാണ്. KHRA കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മെമ്പേഴ്സ് ആണ് പണിമുടക്ക് തീരുമാനിച്ചിരിക്കുന്നത്. 24 മണിക്കൂറായിരിക്കും പണിമുടക്കുന്നത്. ഇതിന് ജനങ്ങൾക്ക് വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. KSRTC ഒക്കെ ഓടുന്നുണ്ട്, ബാങ്കുകളും തുറക്കുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മാത്രം പൂട്ടിയിട്ടിരിക്കും. വാണിജ്യ ഗ്യാസ് സിലിണ്ടർ 933 രൂപയായി കൂട്ടിയതിനെ തുടർന്നാണ് ഇവർ പണിമുടക്കുന്നത്. ഇന്ന് പതിവ് പോലെ ഒരു ഹോട്ടലുകളോ തട്ടുകടകളോ ഒന്നും തുറക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി നടത്തുന്നവർ സ്വിഗ്ഗി, ടൊമാറ്റോ അതുവഴിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നവർക്കും ഇന്ന് സർവീസ് ലഭ്യമാകുന്നതല്ല. പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പ്, ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇന്നായിരിക്കും ഒരു കൂടിച്ചേരലുകളിലാണ് എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങളും പുതിയ ഭരണത്തിൻ്റെ മാറ്റങ്ങളുമൊക്കെ അവർ തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇന്ന് എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ ഭാഗങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 40 മുതൽ 50 വരെ വേഗതയിലുള്ള കാറ്റടിക്കാനും സാധ്യതയുണ്ട്. ആയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട നാലാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനെ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി, പുതിയ പാർട്ടിയാണ് ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത്. അതായത് UDF പാർട്ടി ആയിരിക്കും. എന്തായിരുന്നാലും ഈ പാർട്ടിയുടെ വിജയാഘോഷങ്ങളും എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന 25-ാം തീയതിയാണ് പുതിയ മന്ത്രിസഭയിലെ മീറ്റിങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനെ തുടർന്ന് 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൊടുത്തു തുടങ്ങുക. പ്രധാനപ്പെട്ട അഞ്ചാമത്തെ അറിയിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട അഞ്ചാമത്തെ അറിയിപ്പ്, UDF നമ്മളോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ UDF പറഞ്ഞത്, UDFനെ ജയിപ്പിക്കുകയാണെങ്കിൽ, അതായത് കോൺഗ്രസിനെ ജയിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് തരാൻ പറഞ്ഞത് KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനി UDF ഭരിക്കുന്ന 5 വർഷത്തിനിടയിൽ, ഈ വർഷം മുതൽ 5 വർഷത്തിനിടയിൽ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ വെച്ച് അക്കൗണ്ടുകളിൽ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിമാസം 1000 രൂപ വെച്ച് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം. അതുപോലെ തന്നെ മരിച്ചുപോയ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയിലെ ആരോഗ്യ ഇൻഷുറൻസ് ഓരോ ജനങ്ങൾക്കും നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ യുവാക്കൾക്കും പലിശരഹിത വായ്പയായി 5 ലക്ഷം രൂപയും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ അറിയിപ്പ്. ഇന്നത്തെ അറിയിപ്പ് നിങ്ങൾക്ക് ഫലപ്രദമായ എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പോലെ തന്നെ നാളത്തെയും പുതിയൊരു വീഡിയോയിലായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.